പോസ് എടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഈ പാസ്സൊക്കെ കാണിച്ചു. ഞാനിതിനു മുമ്പ് ഈ റൂട്ടിൽ വന്നിട്ടുള്ളത് ഈ ബസ് സ്റ്റോപ്പിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇതിലൂടെ കണ്ടായിരുന്നു പോയിട്ടുണ്ട്. ജീപ്പിലാണ് വന്നത്. ശേഷമുള്ള ഈ റോഡ് ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഇതെല്ലാം എലഫന്റ് ക്രോസിംഗ് ഏരിയ എന്നും പറഞ്ഞിട്ട് ബോർഡുകളുണ്ട്. ഒരു പ്രത്യേക ഫീലാണ് ആനവണ്ടി. പലരുടെ വീഡിയോസിന് കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഹമ്പുകളൊക്കെ എന്താ പറയാ, വലിയ എന്തോ ഒരു മതില് പണിത് വെച്ചിരിക്കുന്നത് പോലെ മതില് പണിക്കുക. ടൗണിലെ റോഡുകളൊക്കെ മോശം. വീണ്ടും ഒരു ആനവണ്ടി വിടല്ലോ. ചാടി വയ്ക്കാല. ഇത് നീക്കലാട്ടോ പരിപാടി. വെള്ളച്ചാട്ടല്ലേ? വ്യൂ പോയിന്റ് സെറ്റപ്പാണ്. ഓപ്പൺ ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കോട കയറി അങ്ങനെ ട്രക്കിംഗ് പരിപാടി. ഇവിടെ സൈഡിൽ നമ്മളൊരു ലേക്കിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ തോന്നുന്നത് ഇറങ്ങി പോകാൻ പറ്റുക. ഇറങ്ങി നോക്കാം. ചെന്നൈക്കാണ്. അങ്ങനെ പോകുമ്പോൾ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെയാണ്. അടിപൊളി. കളിയൊക്കെ കഴിഞ്ഞ് നേരെ വെള്ളത്തിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞൊക്കെ പോകാം. അടിപൊളി സ്പോട്ടാണ്. നല്ല വ്യൂ ഉണ്ട്. ഫുൾ വ്യൂ. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ചെക്കന്മാരൊക്കെ നിർത്തി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഊട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേ അടിപൊളി പ്ലേസ് ഉണ്ട്. അപ്പോൾ നിർത്തി ഇറക്കിയതാണ്. ഷൂട്ടിംഗ് പോയിന്റ്. നമ്മളെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ലെഫ്റ്റാണ് കേട്ടോ. കുറേ ഫാമിലീസ് അവരൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നൊരു സ്ഥലമാണ്. വെറുതെ ജസ്റ്റ് ഒരു ഓഫ് റോഡ് പോലെ കണ്ടപ്പോൾ ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്, നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. താഴത്തോട്ടൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ലോങ്ങിലായിട്ട് താഴത്തോട്ട് പോയൊക്കെ എവിടെ വരെ ഉണ്ട് നോക്കാമല്ലോ.
അവിടെ കുറേ വണ്ടികൾ ആൾക്കാർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താഴത്തോട്ട് വണ്ടി പോകുന്ന റോഡ് എന്തായാലും കാണുന്നുണ്ട്. അടിപൊളി. താഴത്ത് ഫുള്ള് കൃഷിയാണ് കേട്ടോ. വൺ സൈഡ് താഴത്ത് ഫുള്ള് കൃഷിയാണ്. കൃഷി ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓഫ് റോഡ് വണ്ടികളൊക്കെ വന്ന് കയറുന്ന റോഡാണെന്ന് തോന്നുന്നു. തിരിച്ച് കയറുക. അവിടെ കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല, എന്നാലും രസം. ചെറിയൊരു ഓഫ് റോഡ് പോലെ ഇറങ്ങി തിരിച്ച് കയറുകയാണ്. തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള സ്പേസൊക്കെ കാണുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ക്യൂൻ ഓഫ് ഹിൽസ്. പെട്രോളൊക്കെ അടിച്ച് സെറ്റായി. ഇനി നേരെ കിന്നക്കോരേക്കുള്ള റൂട്ടിക്ക് കയറിയിട്ടുണ്ട്. പല റൂട്ടുകളാണ് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ വിടുക. കൃത്യമായിട്ട് നമുക്കറിയില്ലല്ലോ. പോയി നോക്കാം. നമ്മളിപ്പോ കിണ്ണക്കോര റൂട്ടിലാണ് കേട്ടോ. ഇതിലേക്കോ കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ടാവും, നോക്കാം. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കയറ്റാൻ നിർത്തുന്ന കൈ കാണിച്ചതാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് കയറ്റാൻ കൂടി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കിണ്ണക്കോര റൂട്ടിലേക്ക് കയറിയുണ്ട്. കുറച്ചും കൂടെ തണുപ്പ് അധികമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് വീല് ജാമായിട്ട് തുടങ്ങിയതാണ് വണ്ടി. ഇതിനേക്കിട്ട് നമ്മൾ ബാക്ക് ടു കിണ്ണക്കോര റോഡ്. അടിപൊളി സീനിയറുള്ള റോഡാണ്.
പറിച്ച് കളഞ്ഞിട്ട് അടുത്ത തേയില നടാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കുന്നതാണ്, നനച്ച് വൃത്തിയാക്കി. ഏതാണ് പരിപാടി, ഫുള്ള് പച്ചപ്പ്. ആ തമിഴ്നാടിൻ്റെ സ്വന്തം ബസ്. തായ്ശാല എസ്റ്റേറ്റ്. അമ്പലത്തിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് നട റോഡിലാണ് വണ്ടിയൊക്കെ നിർത്തിയുള്ളത്. അധികം വണ്ടി വരാത്ത റൂട്ടായതുകൊണ്ട് വലിയ സീനില്ല. വെള്ളച്ചാട്ടത്തിൽ നിറച്ച ആളുകളായതുകൊണ്ട് തിരിച്ചു വരുമ്പം ഇറങ്ങി കുളിക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. ശരിക്ക് ഇന്നക്കൊരയിലെ കാട്ട് വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടികളൊന്നുമേ ഇല്ല, നമ്മള് മാത്രം. റോഡൊന്നുമില്ല, പക്ഷെ വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പ് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ 16 കിലോമീറ്റർ. ചിലപ്പോൾ ആന, കാട്ടുപോത്തോ ഒക്കെ കാണാൻ നല്ല ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഇവിടെ നിന്നാണ് യാസിം മുഹമ്മദ് കാട്ടുപോത്തിനെ കണ്ട് പേടിച്ചൊരു ഏരിയ. മോനെ സീന് വഴി ഫുള്ള് മരങ്ങളും ഫുള്ള് കാട്, ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം ആ ഒരു ഫീലാണ് നാട്. വണ്ടികള് താഴത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റോളേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. കൂടെ ഓടിക്കഴിഞ്ഞാൽ വഴി സീനാണ്. മോനെ പൊളിമൂടമ്പാടി ആ കൊടട്ടി കൂടെ വന്ന് തുടങ്ങി ഗൈസ്. ഓയ് നമ്മൾ കിന്നക്കോരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയ വില്ലേജാണ്, ഒരു ടീ ഫാക്ടറി, പിന്നെ കുറച്ചധികം ചെറിയ ചെറിയ വീടുകൾ, അതൊക്കെ തന്നെയാണുള്ളൂ. പക്ഷേ സൈഡിൽ നിറച്ചും പിന്നെ കൊങ്ങിണിപ്പൂവിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്.
വീടുകളൊക്കെ പിന്നെ ചെറുതാണ്, നല്ല രസമുള്ള വീടുകളൊക്കെ. ഈ റൂട്ടിലൊന്ന് പോയാട്ടോ. വഴിയെ തീരും തിരിച്ചാ. ഒരു കോളനി പോലെയുള്ള ഏരിയ ആണ്. കിന്നക്കോലയിലെ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. മഞ്ചൂരുള്ള 43 ഹെയർ പിൻ ബെൻഡാണ് ഈ കാണുന്നത്. നമ്മളിവിടുന്ന് റിട്ടേൺ അവിടെ കാണുന്ന ഒരു ടീ ഫാക്ടറി ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു മരത്തിനടച്ച് കുറേ വ്യൂ കിട്ടും. മട്ടപ്പാടിയുടെ വ്യൂ ഒക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അവിടെ എന്തെങ്കിലും കാണാൻ നോക്കാം.
ഞങ്ങോട്ടൊക്കെ ഇറക്കാല്ലേ? കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ട്. മലേൻ്റെ മുകളിൽ ഫുള്ള് കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ മൊത്തത്തിൽ. അപ്പോൾ കിന്നക്കോര വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് 1-2 ചെറിയ വ്യൂ പോയിൻ്റ് വ്യൂസൊക്കെ കണ്ട് തിരിച്ച് ഊട്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ക്ലൈമറ്റ് അല്ലെങ്കിലും നല്ല കാഴ്ചകളാണ്, അടിപൊളി വ്യൂ ആണ്, സീനിയറാണ്. നമ്മൾ വരുന്ന വഴിക്കും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമ്മളെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും വ്യൂസ്. കിന്നക്കോര ബസ് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ, വളരെ റെയറാണെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒറ്റ വണ്ടി, തിരിച്ച് പോകുന്ന വണ്ടിയില്ല. അങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് ഒരു ബസ്സെങ്കിലും പോകുന്നത്. അവിടെയാണ് ഇപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ കാറുമായിട്ടും ബൈക്കായിട്ടൊക്കെ വരുന്നുണ്ട്. പോപ്പുലർ ആയതുകൊണ്ട് ആളുകൾ വന്ന് തുടങ്ങി കൂടുതലായി. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. വരെ വന്നിട്ട് കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല എന്നില്ല. ഇതാ കിടക്കുന്നു 1, 2, 3, 4 എണ്ണം ഉണ്ട്. ജസ്റ്റ് നൈസായിട്ട് മഴ ചാറി തുടങ്ങുന്നുണ്ട്. പൊളിക്കും. മഴവില്ലേ